സെയ്ഫ് അലി ഖാൻ ആക്രമണ കേസുമായി ബന്ധപ്പെട്ട ആരെയും പിടികൂടിയിട്ടില്ല എന്ന് മുംബൈ പോലീസ്. ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തയാൾ പ്രതിയല്ല, പ്രതിക്ക് വേണ്ടി തെരച്ചിൽ പുരോഗമിക്കുകയാണെന്നാണ് വിശദീകരണം. അർജുൻ പീതാംബരൻ വിവരങ്ങൾ നൽകാനായുണ്ട്. അർജുൻ, നിലവിൽ കസ്റ്റഡിയിലെടുത്തിട്ടുള്ളയാൾ പ്രതിയല്ല എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. എന്താണ് വിശദാംശങ്ങൾ? CCTV ദൃശ്യവുമായി സാമ്യമുള്ള അയാളെയാണ് ഇന്ന് രാവിലെ മുംബൈ പോലീസ് മുംബൈ സബർബൻസിന് പുറത്തുള്ള അന്വേഷണത്തിൽ നിന്നും കസ്റ്റഡിയിലെടുത്ത് അയാളെ ബാന്ദ്ര വെസ്റ്റിലെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ച് വിശദമായി ചോദ്യം ചെയ്തുകൊണ്ടിരുന്നത്. അയാൾക്ക് ഈ കേസുമായി യാതൊരു ബന്ധവുമില്ല എന്നുള്ളതാണ് ഇപ്പോൾ മുംബൈ പോലീസ് ഔദ്യോഗികമായി തന്നെ വിശദീകരിക്കുന്നത്. ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു കൺക്ലൂഷനിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നത്. അയാൾക്ക് ഈ സെയ്ഫ് അലി ഖാനെ ആക്രമിച്ച കേസുമായി ഇയാൾക്ക് യാതൊരു ബന്ധവുമില്ല, മറിച്ച് യഥാർത്ഥ പ്രതിയെ പിടികൂടാൻ വേണ്ടി ഇപ്പോഴും അന്വേഷണം നടക്കുകയാണ്. മുംബൈ ആകെ വ്യാപിപ്പിച്ചുകൊണ്ട് പോലീസിന്റെ 20 സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ അന്വേഷണം ഉള്ളത്. അയാളിലേക്ക് വൈകാതെ തന്നെ എത്താൻ സാധിക്കുമെന്നുള്ള കാര്യമുണ്ട്. പക്ഷേ നിലവിൽ കസ്റ്റഡിയിലുള്ള ആളെ ഇതുവരെയും വിട്ടിട്ടില്ല. അതേസമയം തന്നെ മറ്റൊരാളെ, അതായത് സെയ്ഫ് അലി ഖാന്റെ വസതിയിൽ മരപ്പണിക്ക് എത്തിയ ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തുവെന്നും എന്താണ് കാര്യം അറിയില്ല എന്നുള്ള കാര്യം ആരോപിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യയും ഇപ്പോൾ പോലീസ് സ്റ്റേഷന്റെ പുറത്ത്, ബാന്ദ്ര പോലീസ് സ്റ്റേഷന്റെ പുറത്ത് കാത്തിരിക്കുകയാണ്. അങ്ങനെ മറ്റുള്ളവരെയും ഈ സെയ്ഫ് അലി ഖാന്റെ വസതിയിൽ തന്നെ ജോലി ചെയ്യുന്ന 2-3 ജീവനക്കാരെയും ഇന്നലെ മൊഴിയെടുക്കാൻ വിളിപ്പിച്ചിരുന്നു. അവരെ ഇന്നും വീണ്ടും മൊഴിയെടുപ്പിച്ചിട്ടുണ്ട്. പലരും കസ്റ്റഡിയിലെടുത്ത് മൊഴിയെടുപ്പിക്കുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ അടക്കം കൊണ്ടുവന്നതാണോ അറസ്റ്റ് ചെയ്തതാണോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. എന്തായാലും പോലീസ് ഔദ്യോഗികമായി തന്നെ കസ്റ്റഡിയിലെടുത്തു, അയാളെ ചോദ്യം ചെയ്തു എന്ന് പറഞ്ഞൊരു വ്യക്തി ഉണ്ടായിരുന്നു. അയാൾ ഈ കേസുമായി യാതൊരു ബന്ധവുമില്ലാത്ത ആളാണ് എന്നുള്ളതാണ് ഔദ്യോഗിക വിശദീകരണം വന്നിരിക്കുന്നത്. യഥാർത്ഥ പ്രതി, അതായത് CCTVയിൽ പതിഞ്ഞ പ്രതിക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണം ഊർജിതമായി തന്നെ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്.